ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാഗോ വ്ളോഗ്സ്. നമ്മളിപ്പം ഇന്ന് മലേഷ്യൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. മലേഷ്യയിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതും ടൂറിസ്റ്റ് അട്രാക്ഷനും ആയിട്ടുള്ള സ്ഥലമാണ് മലേഷ്യയിലെ പെട്രോണക്സ് ട്വിൻ ടവർ. ഇത് മലേഷ്യയിലെ ഏതൊരു ടൂറിസ്റ്റ് വന്നാലും ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടേ പോകത്തുള്ളൂ. കാരണം ഈ ഒരു ഇരട്ട ഗോപുരം അല്ലെങ്കിൽ ഈ ട്വിൻ ടവർ മലേഷ്യയുടെ തന്നെ ഒരു പ്രതിച്ഛായ ഉയർത്തുന്ന ഒന്നാണ്. അപ്പം നമ്മളും ഇന്നിവിടെ വന്നേക്കുന്ന ഒരു സൺഡേ ഈവനിങ് ആണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ മഴ കഴിഞ്ഞ് വന്നതും ഇവിടെ നല്ല തിരക്കാണ്. പോരാത്തതിനൊരു വീക്കെൻഡ് കൂടിയാണ്, സൺഡേ ആയതുകൊണ്ടും വളരെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ. അപ്പം ഞങ്ങളും എല്ലാവരെയും പോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരുപാട് പേര് തിരക്കായിരുന്നു അവിടെ. നമുക്കവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫ്രെയിമിൽ നമുക്ക് ആരും കിട്ടാതെയൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളും കുറേ നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തുടങ്ങി. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, മലയാളീസ് തന്നെ കുറേ. അതേപോലെ നമ്മളും കുറേ നേരമൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ. പുള്ളിയുടെ ഫാമിലിയും കൂടി നമ്മുടെ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ സിസ്റ്ററും അവരുടെ 2 കുട്ടികളും. കുട്ടികളുടെ പേര് ശ്രീശ്രദ്ധ. പിന്നെ നമ്മുടെ ഒരു വില്ലനുണ്ട്, ധ്രുവൻ. അവനും വരുന്നതാണ് വീഡിയോയിൽ. സോ ഇവരും എല്ലാവരുമായിട്ടാണ് ഞങ്ങളിന്ന് ഈവനിങ് ഇറങ്ങിയേക്കുന്നത്. സോ ഇപ്പോൾ കിഡ്സിനും എല്ലാവർക്കും ഒരു മലേഷ്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഈവനിങ് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യം മെട്രോനാണ് പോകുന്നത്. KLCC എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇതിലോട്ട് തന്നെ എൻട്രി ആവും. ഇപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് കയറി വഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ആ മെട്രോ സ്റ്റേഷനിൽ തന്നെ. സോ ഈസി ആക്സസ് ആണ് കേട്ടോ. മെട്രോ എടുത്ത് വരികയാണെങ്കിൽ, അല്ല കാറിലാണെങ്കിലും വരികയാണെങ്കിൽ ട്രാഫിക് ടൗണിലുണ്ടാവും. ഞാൻ ആ കാറിലല്ല വന്നത്, സോ അതുകൊണ്ട് എനിക്ക് ആ ഭാഗങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ഈസി ടു ആക്സസ് ആണ് മെട്രോ എടുത്ത് വരാനായിട്ട്. സോ അത് കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് കുറച്ച് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേട്ട് കയറാനുള്ള പ്ലാനായി അടുത്തത്. സോ ഇതിനകത്ത് കയറാം, ഇതിന് മുകളിലോട്ട് കയറാം കേട്ടോ. 45 റിങ്കിറ്റാണ് ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സൺ. ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറിയില്ല. ആക്ച്വലി ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോൾ അങ്ങോട്ട് പോയി കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ റിട്ടേൺ പോകാനുള്ള പ്ലാനിലായിരുന്നു. സോ അത് കാരണം ഞങ്ങൾ മുകളിലോട്ട് കയറിയില്ല. അപ്പം ഈ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട് സൈഡിലുള്ള കാര്യങ്ങളും, പിന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. സോ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാവുന്നതാണ് ഈ വീഡിയോയിൽ. സോ ഇങ്ങനെയാണ് ഇതിലെ ഈ എൻട്രീസ് എല്ലാം വരുന്നത്. ലൈക്ക് എൻട്രി ഭാഗങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത്ര ആൾക്കാർ വരികയാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒന്നുമില്ല, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എല്ലാ രാജ്യത്തിനും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഒരുപാട് മലയാളീസിനെ കണ്ടുമുട്ടി. അതുപോലെ തന്നെ ഇന്ത്യൻസ് ഉണ്ട് ഒരുപാട്. പിന്നെ ഈജിപ്ഷ്യൻസ്, ഫിലിപ്പീനീസ്, അങ്ങനെ ഇന്തോനേഷ്യൻസ് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കുറേ പേരൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടു, സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഉള്ളിലോട്ട് കയറാമെന്നുള്ള പ്ലാനായി. സോ ഇതാണ് അതിൽ എൻട്രൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ട്വിൻ ടവറിൻ്റെ എൻട്രൻസ് ആണ്. ഞങ്ങളങ്ങനെ ട്വിൻ ടവറിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി തുടങ്ങി. കയറി ചെല്ലുന്ന ലോബിയുടെ ഫ്ലോറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ലൈറ്റും ഒരു ആംബിയൻസും കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് നമുക്ക് ആ കയറി ചെല്ലുന്ന ലോബിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഭയങ്കര ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കയറിയപ്പോൾ തന്നെ എനിക്കൊരു പെട്രോണക്സിൻ്റെ ആ ഒരു ഫീലും ആ ഒരു ഫ്ലോറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ലൈറ്റിങ്ങും ആയിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞതും ഞങ്ങൾ അതിൻ്റെ സൈഡിലായിട്ടൊരു പിയാനോ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു റേസിംഗ് കാർ ഇവിടെ ഒരു ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഈ മോളിലേക്ക് എൻട്രി ആവുന്ന അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പിയാനോ ഇത് ഇവിടെ ആർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവർ ഫ്രീ ആയിട്ട് തന്നെ ഒരു റിയൽ പിയാനോ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ പിയാനോയുടെ ജസ്റ്റ് കിഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടി തീരുമാനിച്ചു. സോ ഇതിനകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോള് സൂര്യ KLCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ്. സോ ആ വഴി ഞങ്ങൾ എൻട്രി ചെയ്തു തുടങ്ങി. എൻട്രിയിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് സെയിം ലൈക്ക് മോളാണ്. കുറേ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്, അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പലതരം ഷോപ്സാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ആസ് യൂഷ്വൽ ഒരു മോളിൽ പോകുന്ന ഫീലിൽ തന്നെയായിരുന്നു. ബട്ട് കുറച്ചുകൂടി ലക്ഷറി മോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്ത് കയറിയപ്പോൾ. കാരണം ബ്രാൻഡഡ് ഗുച്ചി അങ്ങനത്തെ പലതരം നല്ല നല്ല ബ്രാൻഡുകളുള്ള ഒരു ഷോറൂമും കാര്യങ്ങളായിരുന്നു കയറിയപ്പോൾ തന്നെ കാണുന്നത്. ഞങ്ങളങ്ങനെ പുറകിലെ വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ വേണ്ടി എത്തിയിട്ടോ. വാട്ടർ ഫൗണ്ടെയിൻ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പം ലൈറ്റ് ഇങ്ങനെ പയ്യെ പോയി തുടങ്ങുന്നൊരു ടൈമാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് പൂർണ്ണമായി പോകും. സോ ലൈറ്റ് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫൗണ്ടെയിൻ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഒരു ഫീൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണിത്. നമ്മുടെ KLCCയുടെ ബാക്ക് സൈഡിൽ നിന്നും ഈ സൂര്യ KLCCക്ക് മോളിൻ്റെ എൻട്രിയാണ് ഈ ബാക്ക് സൈഡിലൂടെ. ഈ സൈഡിൽ ഈ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫൗണ്ടെയിൻ, അതായത് ഈ ഫൗണ്ടെയിൻ ഈ വാട്ടർ ഷോ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ക്രൗഡാട്ടോ. ഈ ഇരിക്കുന്ന എല്ലാവരും ഇതിനെ ചുറ്റിരിക്കുന്നത്, എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്രദ്ധയും ധ്രുവനൊക്കെ കാര്യമായിട്ട് എന്തോ സംസാരത്തിലാട്ടോ, എന്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവർ കാര്യമായിട്ട്. അപ്പോൾ ഇവരും അത് കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കാം കേട്ടോ. വാട്ടറിൻ്റെ ലെവലൊക്കെ ഇങ്ങനെ പൊങ്ങി പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. എന്തായാലും അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് മലേഷ്യൻ ഈ ട്രിപ്പ് എന്തായാലും. സോ അവരങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിംഗ് വന്നിട്ടുള്ളൊരു നൈറ്റ് വ്യൂ ഉണ്ട് ഇവിടുത്തെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
നല്ല സ്നാക്സ് അടിക്കില്ല. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ഉള്ള ഫൗണ്ടെയിൻ വാട്ടറൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചവർ, അതായത് ലൈറ്റുള്ള സമയത്ത് ഉണ്ടായിരുന്ന വാട്ടർ നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് ഇപ്പം ഇല്ല, അവരെല്ലാം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് കുറച്ചുകൂടി ഇരുട്ടായതിന് ശേഷം ലൈറ്റോട് കൂടിയിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പയ്യെ ആ ലൈറ്റോട് കൂടിയിട്ടുള്ള ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്തു. അവരാദ്യം ഇങ്ങനെ പയ്യെ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞപ്പം എല്ലാ ബിൽഡിങ്സിനും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക നൈറ്റ് വൈബായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. ഒരുപാട് ഫാമിലീസും ഒരുപാട് പേര് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നല്ല ബഹളമൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു ഈവനിങ്. കുറച്ചങ്ങ് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ട്വിൻ ടവറിൻ്റെ ആ ഒരു ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ആ ടോട്ടൽ ബിൽഡിങ് ഗ്ലോ ചെയ്ത് സെപ്പറേറ്റായി നിൽക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ പയ്യെ ഫൗണ്ടെയിൻ്റെ ഫുൾ സ്പീഡ് അങ്ങോട്ട് തുടങ്ങി. ലൈക്ക് നല്ല ഫ്ലോ കൂടി നല്ല ഹൈറ്റിൽ പൊങ്ങി തുടങ്ങി. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. ആ വാട്ടറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു വേവ് രീതിയിലുള്ള വാട്ടർ ഫൗണ്ടെയിൻ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ ലൈറ്റ് കൂടി വന്നപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ നൈറ്റ് ഈ ഒരു വ്യൂ കാണാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമായി ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ലൊരു വിഷ്വലായിരുന്നു എനിക്കും കിട്ടിയത്. അങ്ങനെ വാട്ടർ ഫൗണ്ടെയിൻ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എല്ലാവരും രസിച്ച് ഫോട്ടോസൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. നമ്മളെ ആൾക്കാർ ഇരിക്കുന്നു, അവരും കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ഇതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പയ്യെ പോവാറായി. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി. ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ എൻട്രി ഉള്ളത്. സോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും മോളിനകത്തൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്.
തിരിച്ച് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലോട്ട് എത്തി. ഫ്രണ്ട് സൈഡിൽ വന്നപ്പോഴും ഒന്ന് കയറി കാഴ്ച, കാരണം നമ്മൾ ബാക്ക് സൈഡിൽ നിന്നുള്ള ലൈറ്റുള്ള വ്യൂ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ ഇരുട്ടായിട്ടുള്ള വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒന്നുകൂടി വന്ന് ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന് നിന്നു. ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാട്ടോ. ഈ നൈറ്റ് ഈ ട്വിൻ ടവർ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് നൈറ്റ് കാണാൻ കഴിയും. ഭയങ്കര രസമായിരുന്നു ഈ ഒരു കാഴ്ച കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും KLCCയിലെ ട്വിൻ ടവർ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ രാത്രി ഒരു വ്യൂ കാണാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല മുമ്പ് മലേഷ്യ വന്നപ്പോഴൊന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും കണ്ടു. അവരെന്നെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും ബൈ ബൈ.